നിന്ന അനുഭവിച്ച ദേശത്ത് അനുഗ്രഹം അനുഭവിക്കും. കഷ്ടത അനുഭവിച്ച ദേശത്ത് അനുഗ്രഹം അനുഭവിക്കും. പരിശുദ്ധാത്മാവ് ആഴമായി വ്യക്തമായി വെളിപ്പെടുത്തുന്ന ദൂത് ഉൽപ്പത്തി പുസ്തകം 45 അധ്യായം 13 വാക്യം. മിസ്രൈമിൽ എനിക്കുള്ള മഹത്വവും നിങ്ങൾ കണ്ടതൊക്കെയും അപ്പനെ അറിയിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ ശക്തിയോട് ഇടപെടുന്ന ദൂത് നിന്നെ അനുഭവിച്ച ദേശത്ത് അനുഗ്രഹം അനുഭവിക്കുവാനുള്ള സമയമായി. മിസ്രൈമിൽ എനിക്കുള്ള മഹത്വം നിങ്ങൾ കണ്ടതൊക്കെയും സഹോദരങ്ങൾ കണ്ടതൊക്കെയും എന്ന സഹോദരങ്ങളും പിതാവും ചാർച്ചക്കാരൊന്നും കാണാത്ത ഒരു യോസഫിൻ്റെ ജീവിത തലമുണ്ടായിരുന്നു. ആ തലം മഹത്വത്തിൻ്റെ അവസ്ഥയല്ല, വേദനാജനകമായ ഒരു അനുഭവം. യോസഫ് ഇവിടെ മഹത്വത്തിലേക്ക് വരാൻ കാരണം തൻ്റെ ജീവിതം വില കൊടുക്കേണ്ടി വന്നു. തൻ്റെ ജീവിതത്തിൽ ചില കഷ്ടതകളൊക്കെ അനുഭവിക്കേണ്ടി വന്നു. മിസ്രൈമിലെ ആദ്യത്തെ അവസ്ഥ അടിമയായിരുന്നു. മിസ്രൈമിലെ ഏറ്റവും വലിയ കഷ്ടത, മിസ്രൈം ജീവിതത്തിൽ ഒറ്റപ്പെട്ടുപോയി. ബന്ധുക്കളില്ല, പരിചയക്കാരില്ല, സ്നേഹിതരില്ല, അറിയുന്ന ഒരു വ്യക്തി പോലുമില്ല. ഒറ്റയ്ക്ക് ആ ദേശത്ത് യോസഫ് ആയിരിക്കുന്നു. അപമാനിക്കപ്പെടേണ്ട സാഹചര്യം യോസഫിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നു. അത് നിമിത്തം കാരാഗ്രഹം തുറന്നു കൊടുക്കുകയാ. മനുഷ്യർ മറന്നു. ഇതുപോലെ തീയിൽ കൂടെ നടന്ന ഒരു മനുഷ്യനാ യോസഫ്. തീയിൽ കൂടെ നടന്ന് മഹത്വത്തിലേക്ക് കയറി. ഇന്ന് പരിശുദ്ധാത്മാവ് ചില വ്യക്തി ജീവിതങ്ങളോട് ആഴമായി ദൂത് വെളിപ്പെടുത്തുക. ദൈവത്തിൻ്റെ പൈതലേ, ഇതല്ലേ അവസ്ഥ? ദേശം നല്ലതാ, ദേശത്തിൻ്റെ പേരും നല്ലതാ, എന്നാൽ അനുഭവിക്കുന്ന കഷ്ടത സഹോദരങ്ങൾ അറിയുന്നില്ല, അപ്പനും അമ്മയും അറിയുന്നില്ല, കൂടപ്പിറപ്പുകൾ അറിയുന്നില്ല, സ്നേഹിതരറിയുന്നില്ല. ശരിക്കും തീച്ചൂളക്കൂടെ കടന്നു പോകുന്നു. തീയിലൂടെ നടക്കുന്നത് പോലെ വെന്ത് ഒരുകുന്നൊരു ഹൃദയമായി കടന്നു പോകുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി ദൂത് ഇടപെടുക. ഇതല്ലേ അവസ്ഥ? ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം ഏറ്റെടുത്തോ. ഇട്ടിട്ട് പോകരുത്, മറുതലിച്ചു പോകരുത്, വേണ്ട എന്ന് വയ്ക്കരുത്. അല്പം കൂടെ പിടിച്ചു നിൽക്കുക, പ്രാർത്ഥിക്കുക, വിശ്വസിക്കുക, കർത്താവിൻ്റെ പൊന്നുമുഖത്തേക്ക് നോക്കുക. ഈ ദൂത് അതിനാ പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിക്കുന്നത്. തീയിലൂടെ നടന്ന് നീ വെന്തു പോകുകയല്ല, തീയിലൂടെ നടന്ന് മഹത്വത്തിലേക്ക് കയറും. ഈ ദൂത് എഴുതിയിട്ടോ. തീയിലൂടെ നടന്ന് ഞാൻ വെന്തു പോകുകയല്ല, തീയിലൂടെ നടന്ന് ഞാൻ മഹത്വത്തിലേക്ക് കയറും. അതാ എൻ്റെ മേലുള്ള വാഗ്ദത്തം, അതാ എൻ്റെ മേലുള്ള ദൈവപ്രവൃത്തി. ആ നിലവാരത്തിൽ ദൈവത്തിൻ്റെ കരം ചാഞ്ഞിറങ്ങാൻ പോകുന്നു. യോസഫിൻ്റെ കഷ്ടത ആരും അറിഞ്ഞില്ല, എന്നാൽ അവൻ്റെ ഉയർച്ച അനേകരറിഞ്ഞു. യോസഫിൻ്റെ കഷ്ടത മറ്റുള്ളവരറിയാതിരിക്കുമ്പോൾ ദൈവം അറിയുന്നു. ആ വേദനയും കഷ്ടതയും ദുഃഖവും എല്ലാം ദൈവം അറിയുന്നു. ഒരു പരിചയക്കാരില്ലാത്തിടത്ത്, ബന്ധുക്കളില്ലാത്തിടത്ത്, ആരുമില്ലാത്തിടത്ത് ഒറ്റപ്പെട്ട ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ കർത്താവ് കൂടെ അങ്ങിരുന്നു. ദൈവം കൂടെയിരുന്നു. ദൈവത്തിൻ്റെ പൈതലേ, ദൂത് വിശ്വസിച്ചോ, ഏറ്റെടുത്തോ. വളരെ കഷ്ടതയും വളരെ ഞെരുക്കവും അതിദുഃഖത്തോടെ പോകുന്ന ജീവിതങ്ങളോടുള്ള ദൂതായത്. കർത്താവ് കൂടിയിരുന്ന ഒരു മഹത്വം. അത് സഹോദരങ്ങളറിയും, അത് ചാർച്ചക്കാരറിയും, അത് അനേകരറിയും. ആ നിലയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയുണ്ട്. നിന്നെ അനുഭവിച്ച ദേശത്ത് അനുഗ്രഹം അനുഭവിക്കും. കഷ്ടത അനുഭവിച്ച ദേശത്ത് നന്മ
അനുഗ്രഹമായി ദൈവം അനുഭവിക്കുവാൻ ഭാഗ്യം നൽകും. ദൂത് ഏറ്റെടുക്കട്ടെ. കർത്താവ് സഹായിക്കുക. നിത്യനായിരിക്കും ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ ശബ്ദത്തിനായി സ്തോത്രം ചെയ്യുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ വചനം വിടുതലായി തീരട്ടെ. ദൈവത്തിൻ്റെ ശബ്ദം, കർത്താവിൻ്റെ ദൂത ഇത് ചലിക്കണം, അനുഭവിക്കുക, അനുഗ്രഹം അനുഭവിക്കുക ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങളെയും തലമുറകളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.